വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി വരാൻ പോകുന്ന എല്ലാ PSC എക്സാം, RRB, SSC ഏത് പരീക്ഷകൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 ഏത് വർഷമായിട്ടാണ് UN ആഘോഷിക്കുന്നത്? ഉത്തരം അന്താരാഷ്ട്ര ക്വാണ്ടം ആൻഡ് സയൻസ് വർഷം, അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണം. അടുത്ത ചോദ്യം, 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഏത് വർഷമായിട്ടാണ് UN ആഘോഷിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ആൻഡ് സയൻസ് വർഷം, അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണം. അടുത്ത ചോദ്യം, 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ? ഉത്തരം ഹോപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ. ഉത്തരം ഹോപ്പ്. അടുത്ത ചോദ്യം, 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കിരീടം നേടിയത്? ഉത്തരം ബംഗാൾ. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കിരീടം നേടിയത് ബംഗാൾ. കേരളത്തെ തോൽപ്പിച്ചാണ് ബംഗാൾ വിജയിച്ചത്. അടുത്ത ചോദ്യം, 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരം. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരം. ജേതാക്കൾ തൃശ്ശൂർ. പുതുതായി ചേർക്കപ്പെട്ട ഗോത്രവർഗ കലാരൂപങ്ങളാണ് മംഗലം കളി, പണിയം നൃത്തം, പാലിയ നൃത്തം, മലയപ്പുലയാട്ടം, ഇരുളൽ നൃത്തം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ്. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കിരീടം നേടിയത് ബംഗാൾ. കേരളത്തെ തോൽപ്പിച്ചാണ് ബംഗാൾ വിജയിച്ചത്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരം. ജേതാക്കൾ തൃശ്ശൂർ. പുതുതായി ചേർക്കപ്പെട്ട ഗോത്രവർഗ കലാരൂപങ്ങളാണ് മംഗലം കളി, പണിയ നൃത്തം, പാലിയ നൃത്തം, മലയപ്പുലയ ആട്ടം, ഇരുളൽ നൃത്തം. അടുത്ത ചോദ്യം, ISROയുടെ ഏത് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം-4 പേടകത്തിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ വൻപയർ പരീക്ഷണം വിജയിച്ചത്? ഉത്തരം സ്പാഡെക്സ്. ISROയുടെ ഏത് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം-4 പേടകത്തിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ വൻപയർ വിത്ത് പരീക്ഷണം വിജയിച്ചത്? ഉത്തരം സ്പാഡെക്സ്. സ്പാഡെക്സ് വിക്ഷേപിച്ച വാഹനം SSLV-C60. സ്പാഡെക്സ് വിക്ഷേപിച്ച വാഹനം SSLV-C60. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? ഉത്തരം 18 ദിവസം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? ഉത്തരം 18 ദിവസം. ഒന്നുകൂടി നോക്കാം. ISROയുടെ ഏത് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം-4 പേടകത്തിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ വൻപയർ വിത്ത് പരീക്ഷണം വിജയിച്ചത്? ഉത്തരം സ്പാഡെക്സ്. സ്പാഡെക്സ് വിക്ഷേപിച്ച വാഹനം SSLV-C60. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? ഉത്തരം 18 ദിവസം. അടുത്തത്, ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം? 2025 ജൂലൈ 15. ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം 2025 ജൂലൈ 15.
അടുത്ത ചോദ്യം, സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമുണ്ടായ ഇന്ത്യയിലെ അയൽരാജ്യം. ഉത്തരം നേപ്പാൾ. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമുണ്ടായ ഇന്ത്യയിലെ അയൽരാജ്യം. ഉത്തരം നേപ്പാൾ. ആക്സിയം 4 വിക്ഷേപിച്ചതെന്ന്. 2025 ജൂൺ 25. ആക്സിയം 4 വിക്ഷേപിച്ചത് 2025 ജൂൺ 25. വിക്ഷേപണ വാഹനം സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ്. വിക്ഷേപണ വാഹനം സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ്. അടുത്ത ചോദ്യം, 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി. ഉത്തരം MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി MT വാസുദേവൻ നായർ. ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം 2025 ജൂലൈ 15. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമുണ്ടായി ഇന്ത്യയിലെ അയൽരാജ്യം നേപ്പാൾ. ആക്സിയം 4 വിക്ഷേപിച്ചതെന്ന്. 2025 ജൂൺ 25. വിക്ഷേപണ വാഹനം സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ്. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി MT വാസുദേവൻ നായർ. അടുത്തത്, പത്മഭൂഷൺ 2025 ലഭിച്ച മലയാളികളാണ് PR ശ്രീജേഷും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. പത്മഭൂഷൺ 2025 ലഭിച്ച മലയാളികൾ PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. അടുത്ത ചോദ്യം, 2025 പത്മശ്രീ ലഭിച്ച മലയാളികൾ. ഉത്തരം IM വിജയൻ, K ഓമനക്കുട്ടി. 2025 പത്മശ്രീ ലഭിച്ച മലയാളികളാണ് IM വിജയനും K ഓമനക്കുട്ടി. അടുത്ത ചോദ്യം, 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ MT വാസുദേവൻ നായർ. പത്മഭൂഷൺ 2025 ലഭിച്ച മലയാളികളാണ് 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളി MT വാസുദേവൻ നായർ. പത്മഭൂഷൺ 2025 ലഭിച്ച മലയാളികൾ PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. 2025 പത്മശ്രീ ലഭിച്ച മലയാളികളാണ് IM വിജയനും K ഓമനക്കുട്ടി. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഉത്തരം ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാകുന്നത് ഇന്ത്യ. 2025 ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം. 2025 ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം. അടുത്ത ചോദ്യം, 49ാമത് വയലാർ അവാർഡിന് അർഹനായത്. ഉത്തരം E സന്തോഷ് കുമാർ. 49ാമത് വയലാർ അവാർഡിന് അർഹമായത് E സന്തോഷ് കുമാർ. MK സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2. MK സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന കളിവെള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് കാത്തു എന്ന കളിവെള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. ഒന്നും കൂടി നോക്കാം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. 2025 ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം. 49ാമത് വയലാർ അവാർഡിന് അർഹനായത് E സന്തോഷ് കുമാർ. MK സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന കളിവെള്ളം തൊഴിയുന്ന കാക്കത്തമ്പുരാട്ടി. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചത് 2025 ജൂലൈ 21. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് A രാജരാജൻ. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 115. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി. ഉത്തരം തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചത് 2025 ജൂലൈ 21. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് A രാജരാജൻ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതം. ഉത്തരം ആറളം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതം. ഉത്തരം ആറളം.
അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ പുതുതായി രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? കെ സോമപ്രസാദ്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപീകരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് കെ സോമപ്രസാദ്. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറളം. സംസ്ഥാന സർക്കാർ പുതുതായി രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. താങ്ക് യു.